ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡീസൽ വണ്ടി സ്വിഫ്റ്റ്, റിക്സ്, ഡീസൽ അങ്ങനെയുള്ള വാഹനങ്ങൾ. അപ്പം മാരുതിയുടെ വണ്ടിയുടെ ഹീറ്റർ പ്ലഗ് അത് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് അതിന് വേണ്ട ആവശ്യമായിട്ട് സാധനങ്ങളും അത് ഹീറ്റർ പ്ലഗും അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. അപ്പോൾ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണിപ്പോൾ മാരുതിയുടെ ഒരു ഡീസൽ എഞ്ചിനാണിത്. ഇതിനകത്ത് ഹീറ്റർ പ്ലഗ് ഇരിക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് എഞ്ചിൻ നമ്മൾ അയച്ച് വെച്ച് ഫുള്ള് റീസെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന് വണ്ടിക്കകത്ത് കയറ്റാൻ പോകണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഹീറ്റർ പ്ലഗ് എവിടെ വന്നേ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഊരിയെടുക്കണമെന്നും എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, ഊരിയെടുക്കാതെ ചെക്ക് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് നമ്മൾ പറഞ്ഞു തന്നെ. ഇപ്പോൾ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ഹീറ്റർ പ്ലഗ്, ഇപ്പോൾ ഇതാണ് ഹീറ്റർ പ്ലഗ് വരുന്നത് 4 ഇതിവിടെ 1, 2, 3, 4. അപ്പോൾ ഇത് വണ്ടിക്കകത്ത് ഇന്ന് നമ്മളിത് ഊരിയെടുക്കാതെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കാം, വണ്ടിയിൽ നിന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അതിനായിട്ട് നമ്മളൊരു വയർ ടെസ്റ്റർ ഇതുണ്ടോ, ഇതാണ് ടെസ്റ്റർ. നമ്മളത് വയർ ഒരു ബൾബും ഹോൾഡറൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ് ഒരു വയർ ടെസ്റ്ററാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു പ്ലസും മൈനസും വേണം അതിന്. അപ്പോൾ അതിനകത്ത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലിപ്പ് ചെയ്ത ഭാഗം നമുക്ക് ഇതുപോലെ ബാറ്ററിയുടെ പോസിറ്റീവിൽ കണക്ട് ചെയ്യണം. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് കണ്ടോ. ഇതിങ്ങനെ പോസിറ്റീവിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മറ്റൊരു തലയുണ്ട്, ഒരു വയർ തെളിയുന്ന ഭാഗം, ഇതിവിടെ വയർ തെളിയുന്നത് കൂടെ ചെക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ അങ്ങേ വശം, മറ്റൊരു വശം നമ്മൾ ഇതിനകത്തൊരു പിന്ന് കുത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ കുത്തി നമ്മൾ നെഗറ്റീവിൽ കൊടുക്കുക. നെഗറ്റീവ് കൊടുത്തപ്പോൾ ബൾബ് കളിഞ്ഞുണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്നാമത്തെ ഹീറ്റർ പ്ലഗിലേക്കാണ് നമ്മൾ മുട്ടിക്കുന്നത്. ഹീറ്റർ പ്ലഗിൻ്റെ സെൻറ്റർ, അതായത് ഹീറ്റർ പ്ലഗിൻ്റെ നടുഭാഗത്തായിട്ട്. അപ്പോൾ നമ്മൾ വേറെ ഹീറ്റർ പ്ലഗ് കാരണം അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹീറ്റർ പ്ലഗ് ആണ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഹീറ്റർ പ്ലഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ബോഡിയിലല്ല, സൈഡിലൊന്നുമല്ല, ഇവിടെയായിട്ട് നമ്മൾ ടെസ്റ്ററിൻ്റെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുണ്ടോ, ഇതിപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ കൊടുക്കണം. ഉണ്ടോ, ബൾബ് തെളിഞ്ഞുണ്ടോ, അതിൽ നമ്മളിത് മുട്ടിച്ചു ഉണ്ടോ. ഇവിടെ നമ്മൾ നീക്കി വയ്ക്കുക, അപ്പോൾ അവർ കാണാൻ പറ്റുന്ന വയ്ക്കാം. ഇതാണ് ഇപ്പോൾ നമ്മൾ അതിനകത്തത് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മുട്ടിക്കുകയാണ്. ഉണ്ടോ, തെളിഞ്ഞുണ്ടോ. ഇതിപ്പോൾ ഒന്നാമത്തെ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തേലൊന്ന് മുട്ടിച്ച് നോക്കാം. ഇത് രണ്ടാമത്തെ. ഓക്കെ, ഇനി ഇത് മൂന്നാമത്തെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 3 ഉണ്ടോ. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 4 ഉണ്ടോ, 4 ഹീറ്റർ പ്ലഗ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ മുട്ടിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടോ അതിൻ്റെ അറ്റം പഴുത്ത് വരണുണ്ട്, ചുവന്നത്. ഇതാണ് ഹീറ്റർ പ്ലഗ് പഴുത്ത് വരുന്ന അവസ്ഥ. ഇങ്ങനെയാണ് ഹീറ്റർ പ്ലഗ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹീറ്റർ പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇതിനകത്താണ് കേട്ടോ. ഈ വണ്ടിയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് തെളിയാത്തതാണ്, ബൾബ് ഇരിക്കാനുണ്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഹീറ്റർ പ്ലഗ് വാഹനത്തിൽ നമുക്ക് ഊരിയെടുക്കാതെ തന്നെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത്. എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ടെസ്റ്ററും വയർലെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് അഴിക്കാതെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ മറ്റു വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.